know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I want mine. You know I want mine. We get no rest till the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you all my life. സ്നേഹവാനായ ദൈവമേണങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്മിതാവേ, പ്രഭാതം നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ മക്കളാന്ന് പറയുന്ന കർത്താവേ, ഈ പ്രിയ മകനെയും അവനോട് ഒരുക്കിയിരിക്കുന്ന ദാസയെയും തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ കൂട്ടും കോട്ടയും കാവലും ഇതിൻ്റെ മക്കൾക്ക് എന്നാളുണ്ടായിരിക്കുമ്പോഴാണ് മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരും സമർപ്പിക്കുന്നു. മാലാഖമാരുടെ കൂട്ട് നല്ല നടപ്പ് അവിടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, രാജ്യം വരണമേ, പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദർശനങ്ങളെ രക്ഷിച്ചോളണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിങ്ങളുടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്റെ ദുരന്തമായ ഭർത്താവേ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ള ലനിക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്ത് ദൈവങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശു പര, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശു പര. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേൻ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാര ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാനടിയാരോട് കരുണ. മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, എൻ്റെ തിരുവഴുത്ത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരുടെ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷപ്പെടണമേ. ഇവിടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എൻ്റെ തിരപ്പനാണ് കർത്താവായ ശിംശിയ വാഴ്ത്ത അർത്ഥമേ. മറക്കുമോ വിശുദ്ധ സഭയെ സത്യമണവാട്ടിയായി സ്വീകരിച്ച മശിഹാ തമ്പുരാനെ, അനുഗ്രഹീതമായ ഈ നിമിഷത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതായി പ്രഭാത സമയത്ത് നിന്റെ ദൈവികമായ ഭവനത്തിൽ തമ്പുരാനെ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപയോർത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് ഉത്തമരായ ജീവിത പങ്കാളിയൊക്കെ ആക്കി വെച്ച മശിഹാ തമ്പുരാനെ, അനുഗ്രഹീതമായ നിലയിൽ ഈ ലോക ജീവിതത്തിൻ്റെ ഈ നാളുകളിലൊക്കെയും ഏകാന്തമായി ജീവിച്ച പ്രിയ മകൻ തമ്പുരാൻ നിൻ്റെ തിരുഹിത പ്രകാരം ഒരു ദൈവികമായ കുടുംബജീവിതത്തിലെ പ്രവേശിക്കുവാനെ ആഗ്രഹിക്കുകയും അപ്രകാരം ഇപ്പോൾ നിൻ്റെ തിരുമുമ്പാകെ തലവണങ്ങി നിൽക്കുകയും ചെയ്യുന്നു.
തമ്പുരാനെ നീ പ്രിയ മകനെ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തമമായൊരു കുടുംബജീവിതം നയിപ്പാനുള്ള കെൽപ്പും പ്രാപ്തി പ്രിയ മകന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ജീവിതത്തിൻ്റെ നാളുവഴികളിലൊക്കെയും പ്രിയ മകനെ വഴി നടത്തിയ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നല്ല വിദ്യാഭ്യാസിപ്പിച്ച് തന്ന എല്ലാ ഗുരുക്കന്മാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു, അവരെ സ്മരിക്കുന്നു. അവിടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിൻ്റെ മകൻ്റെ കുടുംബജീവിതത്തിന്മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പ്രിയ മകനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയദാസിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഉത്തമമായൊരു കുടുംബജീവിതത്തിൻ്റെ നാന്ദി ഉറപ്പാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും പരസ്പര ദൈവിക ആശ്രയത്തോടും കൂടി മുമ്പോട്ട് പോകുവാൻ പ്രിയ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടപ്പാനിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനിൻ്റെ ആവാസ ശുശ്രൂഷകളെ ആദ്യോടന്ത ഈ പ്രിയ മക്കൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിത കാലയളവിൻ്റെ എല്ലാ നാഴികയിലും നിന്നെ ഓർത്ത് അനവരതം പാടി സ്തുതിക്കുന്ന ഒരു ദൈവിക കുടുംബത്തിന് ഇന്ന് നാന്ദി കുറിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹിപ്പാനായി കടന്നു വരിക്കുന്ന വന്യപിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉചിതമായ സമയത്ത് കൃത്യമായ ഇടങ്ങളിൽ പ്രയാസങ്ങളൊന്നും കൂടാതെ ദേവാലയത്തിൽ എത്തിച്ചേരുവാനും എല്ലാ ശുശ്രൂഷകളും കൃത്യമായ സമയത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളൊക്കെ അനുഗ്രഹമാക്കി തരണമേ. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രിയ മക്കളെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സൽക്കാര കർമ്മങ്ങളൊക്കെ തമ്പുരാനെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉചിതമായും ചന്തമായും പൂർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ നാളുവഴികളിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തമ്പുരാനെ പുറത്തുകൊണ്ട് പുതിയൊരു ഇടത്തേക്ക്, പുതിയൊരു കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നല്ലൊരു തുടക്കം നൽകിക്കൊണ്ട് ജീവിതത്തിൽ ഉടനീളം തന്നെ അനവരതം പാടി സ്തുതിക്കുന്ന ഒരു ദൈവിക കുടുംബമാക്കി മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സകല നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും പ്രിയ മക്കളുടെ കുടുംബജീവിതത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ മടികൾ വസിപ്പിക്കണമേ, വാങ്ങിപ്പോരെ അബ്രഹാമിൻ്റെ മടികൾ വസിപ്പിക്കണമേ. ഞങ്ങൾ എന്നാളും നിനക്ക് നിൻ്റെ ഏകജാതൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ. ശുദ്ധുള്ള പിതാവേ, ശുദ്ധുള്ള തിരുനാമത്തെ ഞങ്ങളെ കാത്തുള്ളണമേ. ശുദ്ധുള്ള റൂഹ, ശുദ്ധുള്ള കുടിയിരിപ്പിനുള്ള ദൈവമാർത്താവേ നനകുലെല്ലാ ദൈവത്തിൻ്റെ ചില മറച്ചുള്ളണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സമ്മത ആവാസവും തമ്പുരാനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും പ്രത്യേകാലം നടപ്പാനിരിക്കുന്ന വിവാഹ ശുശ്രൂഷമേലും അല്പമായി അധികമായി വേണ്ടി അത്യുധ്വാനിക്കുന്ന എല്ലാ ദൈവ മക്കളുടെ മേലും ഞങ്ങളിന്ന് വാങ്ങിപ്പൊരിക്കുന്ന ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. God
സന്തോഷത്തിന്റെ ആരോഹവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും എന്നോടുകൂടെ അക്ഷയമായ സൗഭാഗ്യ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സൗഹൃദം വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ തടഞ്ഞിടുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. നിന്റെ മാധ്യമത്തിൽ പ്രതിപ്പെടുത്തിയിട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ദൈവമേ നിന്റെ കരുണ ഭക്തൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്തു. അവരുടെ ജീവനായിട്ട് തന്നെ എന്തെന്നാൽ എന്നെ അനുഭവിച്ചു. പാപങ്ങൾ എന്നെ അമ്മേനെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷം തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളൊക്കെ ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഐകമത്യം ഇവരുണ്ടാവുകയും ചെയ്യണമേ. Hallelujah.
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. മനസ്സിലായ നല്ല ഉന്നതിയും സ്വനാനേരവും ഇടപെടാതെ ഏറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. തനിക്ക് സഹായിയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും രക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് അനുവാദിക്കുകയും ചെയ്ത് താൻ തന്നെ അവൾക്ക് വലനായി തീരുകയും അശുദ്ധ ശാരീരദാസിൽ നിന്നും അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപം സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളൻ സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളിലൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുമായ ദൈവമേ, നീ അനശ്വരമായ വെടുപ്പുള്ള പൂർവനും അനാനന്ദമായ നിലയും എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്നോടുള്ളതായ നിന്റെ വിശ്വാസത്തെയും മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തുകയും ബൗദ്ധവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർത്തി ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ദൃശ്യങ്ങൾ അതിന് മോദനമായിട്ട് വെടുപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദനം കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. വിശുദ്ധമായി തീരുമാന സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണനും നവമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലമായി ഞങ്ങളിൽ നിന്നും ലേശിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. അവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവിടെ ആയുഷ്കാലം മുഴുവനും വിവിധ തലത്തിൽ അവരെ അനുകരിക്കുകയും ഇറയന്മാരും മാലാഖമാരോട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ അവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധവുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മറയ്ക്കുമോ ദൈവത്തിന് ഗുണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും
വേട്ടൊരു നേരം ഭരണം ശ്രീമോനെ സുവിശേഷം ആത്മാക്കളെ തനിക്കായി വിവാഹം ചെയ്ത സാക്ഷാൽ സത്യമണവാളോവേ തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരമുള്ള വിഷയമാണ് നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാക്കുവാനാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത കാത്തു സൂക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാകണമേ. പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസമാനങ്ങളുടെ സംഭാഷണ പൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിരവാദിച്ചത്തിനുടെയും മോചനത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലം കൈ ആയുഷ്കാലപ്പെടുന്നതിനോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത് കൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും യെരൂശലേമിൽ പോലെ ഈ വന്യപിതാവിലേകളിൽ നിന്നോ നിശ്ചയത്തിനുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. അന്മശനിയുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോ ഹോശോ വിശുദ്ധ സഭയുടെ ദോഷത്തെയും പരസ്പരം നിശ്ചയിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്മൂഢരാകുകയും പദരശ്രീക്കുന്ന ഈ മോചനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങളോ നൽകുകയും
പരിവാഹത്തിലൂടെ അനുഗ്രഹിക്കുകയും വിനയത്താലൂടെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിനെ റബേക്കാട് വിവാഹം ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഒരു നീതിയായ മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ രക്ഷകയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടി ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് അവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധം ചേർച്ചയെ വിളിക്കും യോഗ്യമായ തരത്തിലുള്ള സ്വഭാവം ഉദകുവാൻ ദൈവമായ സംഗതിയാകട്ടെ. ചില കപട സ്നേഹത്തെയും ഒരു നീതികളെയും അന്യോന്യം സ്നേഹിക്കുവാനായ സ്നേഹാഗ്നി കൊണ്ട് ഹൃദയങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്ഥിരപരങ്ങളായ ശുശ്വാനേക്കാൾ സൗരഭമേറിയ പരിമാത്രകളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തിൽ ഉപയോഗിക്കുന്ന അസ്യകാലത്തുള്ള ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നും ദൈവവരെ സംരക്ഷണമുള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തിന്റെ വശമായ ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നദ്ധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ ജന്മസ്ഥലങ്ങൾക്ക് നൽകുമാറാകട്ടെ. സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തകളാണ് സമ്പാദ്യം ഒത്തിരിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇതിനെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ നിന്നും സദാസ്ഥിതി ചെയ്യുവാനുള്ള മക്കൾക്കും അതിൽ അവകാശമായി നൽകുവാനുക ചെയ്യണമേ. ഇവരിതിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ ശ്രീവാനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവിനും പരിശുദ്ധരൂഹാനേ എല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോ അത്യുന്നതരുടെ വാണവാട്ടി സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഏതാനും നിമിഷങ്ങൾ all-hearted happiness I invite you to this wonderful service. I know that in your tradition you will have a totally different service, not like this one. And just we have completed the first part of the holy matrimony, and that is blessing of the ring. That's why 2 rings placed here and blessed, and I given to that you. The next part is called blessing of the crown. So you know who is having crown, king and queen. So hereafter you are going to lead a family life. Even if it is family life, that life is a kind of kingly life, royal life, and you are the queen and he is the king. And that's why this service symbolizes like that, blessings of the crown.
അല്ല തോന്നരുത് ഈ തിരുമേനി ഞങ്ങളെല്ലാം മലയാളികൾ ഒരു തൊഴിലൊന്നുമില്ല എന്നൊന്നും പറയുന്നു. ഇവർ വന്ന മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവണ്ടേ? അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയുന്നത്. I just told them that I'm speaking in English because of you. Otherwise, they may feel that, oh, this Triveni is acting something differently. And I know that all the Malayalis assembled here, a lot of people knows English, but here the common people can understand, but they cannot speak to a certain extent. That's why I'm talking in English. And I would like to explain the meaning of this life. For your understanding, I studied my PhD in Vedanta. So I am well versed in other സഹന, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ജാതകർമ്മ, നാമകർമ്മ തുടങ്ങി അന്നപ്രകാശ തുടങ്ങി വിവാഹം, അന്ത്യേഷ്ടി, ഇങ്ങനെ കുറേ സംസ്കാരങ്ങളുള്ള നമ്മുടെ പറയത്തില്ലേ സംസ്കാരം, കൂതാശകളൊന്നും. ജസ്റ്റ് ലൈക്ക് samskara in Hindu tradition, in Christianity also there are more than, for a particular reason there are 7, actually it is more than 7 samskaras are there, and we called it as sacraments, and this is one of the 7 sacraments, and it is called holy matrimony. You know what is the meaning of this life? You two are born and brought up in different cultures, in different families, with a different language, with a different religious tradition. But hereafter, after this marriage, you are going to be one. Hereafter, you are not 2, you are 1. So, the personality of the bridegroom is going to be internally integrated with the personality of the bride. At the same time, bride is intruding to the personality of the bridegroom. So hereafter you are one. That's why Jesus Christ, after this I will read the gospel, and from the gospel according to Saint Matthew, there it is very clearly written that you are one in God. You are one in God. But remember, without losing your individual identity. Just think about a musical instrument, say guitar. Guitar usually has 6 strings. Sometimes you know that there are 12 strings of guitar. And each guitar string has its own music. Before playing it, the player, what he is doing, he will check the tension of the strings, and sometimes he tighten it, sometimes he will loose. Why? Without disturbing the each and every individual music of the string, he is trying to produce a harmonious music. So this is family. You two are one in Christ Jesus hereafter. But without losing your individual identity, you are going to produce harmony, just like Absentia doctors. I want to talk in your language. You know that organ transplantation. Actually, another person's organ is implanting into another one's body. But after this transplantation, what is going to happen? The external one is not considered it as external existing body, and all the impulses from our brain and all the systems will work together. This is the kind of, I don't know, okay, I can use it, but in fact you are dissolving in each other. That's why it is made for each other. You are dissolving in your bride, life partner. And try to remember, this is a divine life. Both in Indian Hindu tradition and in Christian tradition. Hindu tradition, you have a procession clockwise and anti-clockwise in the presence of fire.
That's a very meaningful act. Fire in Rigveda is the deity of purification. Rigveda itself starts with the word Agnimeelim Purohitam. I don't know how many of you read here Rigveda. The first verse is Agnimeelim Purohitam. Agni or fire is considered as a priest, and he is trying to purify the bride and the bridegroom, because this is holy life. And you are entering into a holy life. Prior to that, you have to be sanctified. That's why that action is doing. Just like in Christian tradition also, the next service is a sanctifying service. The celebrant, chief celebrant, and the co-celebrants, all our actions, we are all participating in this process of sanctification. And hereafter, you are a sanctified beings. You are not mere human beings, of course, human beings. And now you know there are several other beings like humanoids and robots and technological, artificial, intelligent beings are coming. We cannot say that the Homo sapien, anyway, some other category. Anyway, human being with 10 times indirect than us is coming. But what is the speciality in your life? You are going to be sanctified as a new creature, new creation to live a new life. And for that, what we need, a deep-rooted faith in Christ, a deep-rooted faith in God. Till this day you were a Hindu and you followed the tradition. And he is a Christian, he is a core Christian and strongly believe in Christ Jesus. But realize that there is only one God. There is only one God. Don't feel bad about, oh, hereafter I am a Christian and following a Christian tradition. You parents are not worried about that. We all have one God. And we people are making all differences. And what we need is to fear God, follow God, obey God, and lead meaningful, fruitful life with the help of the word of God, and that is gospel. Gospel is a guideline, and gospel is the truth, and you can move your path with the true, pure steps, and for that the word of God will help. May God bless you and help you to lead a fruitful Christian life, and the Holy Spirit will guide your future life and ministry. Be good husband and wife, be a good doctor, you and you too. God bless you. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ ഇവിടെയും നിന്നുകൊണ്ടോ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർവായിക്കും സ്തുതിയും സ്തോത്രവും കയറ്റുമാറാകണമേ. ഓശോ വാഴ്ത്തിയ ദൈവം തൻ He
നിന്റെ ദിവ്യകൽപ്പനകളൊന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരസ്പരമാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോശോ വാത്കുസ്ബാൻ വൽമീ. മോദിക്കട്ടെ ഇപ്പോഴുള്ളവരും നിൽക്കുന്നവനുമായ സ്വയംഭൂവും മലാഖമാർത്തിന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാദ്യ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരെയും ദൈവത്തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരികയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം കിരീടം നിർമ്മിക്കുന്നവനും തന്നെ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകലം ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്തെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗസേനകളും ഹൈനോരിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അവർണീയമായ നിന്റെ കൃപാഭാഗത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതിപകരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേക ജീവിത സന്നിഹിതരായിരിക്കുന്ന നിന്റെ കരളുടെ നിഴലിലും നിന്റെ ദൈവത്തിന്റെ തണലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മീയ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. വർത്തിക്കുവാനിടയാകണമേ. നിന്റെ പരിശുദ്ധത ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആയി തീരുവാനിടയാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാർക്കുമോ ഹോശോ വബകുല സുബാലവൽമി. രണ്ട് ലോകങ്ങളിൽ ഇന്ന് നയിക്കുന്ന കേട്ടുമാട്ടെ. സുന്ദരികളിൽ സുന്ദരി ജാതികളിൽ സോനോ ദ്രുപതിശലോ മോറ്റിമലസഭേ നിന്നെ ലാളിപ്പോ സകലവിധം സുഖി നീ കീട്ടാത്തോ ശിവായി വന്നിപ്പതിന രാജാവാശിവ ഹല്ലേലൂയ. കാക്കുന്നു നിന്നെ വാഴ്ത്തുന്നു ശുഭോല ബോല ബോറോ കാദിശോ ഹല്ലേലൂയ. Hallelujah.
കുത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത് മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കേണ്ടതേ. കരുണയും ദൈവം നിറഞ്ഞതായ അവിടുത്തെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കേണ്ടതേ. ആത്മീയമായ നിന്റെ മണവറയിലെതിരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടതേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും കൂടുതൽ വലതു ഭാഗം നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിക്കുകയും ചെയ്യുമാറാകണമേ. പാറയ്ക്കുമോർ ഹോശോ ലേഖനത്തിൽ നിന്നും നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മെസ്സിയായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ ഭർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും. എന്തെന്നാൽ മെസ്സിയ സഭയുടെ തലയും ശരീരരക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മെസ്സിയായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെസ്സിയ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവിടെ കറയോ ചുളിയോ മറ്റു കുറവോ ഇല്ലാത്ത മൗനപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിയ സഭയ്ക്ക് വേണ്ടെന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവരെ ഒരു ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നപോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്കുകൂടി ആദ്യ കൽപ്പനയാകുന്നു. പരിശുദ്ധമായ ശ്രീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്നും ദൈവത്തിന്റെ വചനവും നമ്മുടെ മനുഷ്യാവതാരങ്ങളുടെ ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശു ഗലീലായ പ്രദേശം യോർദാനിലെ യഹൂദന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും
അവിടെ വെച്ചവരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷന്മാരെത്തിയെന്നോ ഏതൊരു കാരണത്താലെങ്കിലും ഒരു തന്റെ ഭാര്യയെ തിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണുങ്ങളായ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന് വരികയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യണം. അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ ബാധിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോട് അങ്ങനെ മോചനപത്രം കൊടുത്ത് അവളെ തിരിച്ചുവിടുവാൻ മോശ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ മൂലം ഭാര്യമാരെ തിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരത്തിന്റെ മണ്ഡലം സ്വന്തം ഭാര്യയെ അപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരമാണ്. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ജീവിത കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങൾ മാതാവിന്റെ ഉദരത്തിനുപോലെ ഷണ്ഡന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി തീർത്തിട്ടുള്ളതുണ്ട്. മനുഷ്യരാക്ഷണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുമുണ്ട്. ശക്തനാക്കുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നും വേഗമായി ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Senhor,
ശീഘ്രം സവിതമണങ്ങി സദനം സന്തോഷിക്കാം. നീതികിരണ അക്ഷയമലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ ശക്തിക്ക് എതിരായ അജയമായ ആയുധം ലഭിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും സ്ഥിരീകരിച്ചുകൊണ്ട് ആയുഷ്കാലം സന്തോഷിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. മറക്കുമോ ശുഭചിഹ്നം താൻ ശ്രീബാ വിജയ കൊടി താൻ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും വിനയമാനം പരിവർത്തി എൻ പ്രിയ തന്നോടെ മോട് പരണം യഥാർത്ഥമായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹാ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് കൈ നിങ്ങളിൽ ആവശ്യിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടി ആകൽക്കാസഭയുടെ വാസനയിൽ നിന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷപ്രകാരം
നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആ അനുഗ്രഹവും നിങ്ങൾ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കുമാറാകട്ടെ. ആകാശത്ത് നിന്ന് പനിവിനും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവനമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പറഞ്ഞ പിതാവിൻ്റെ കയ്യിലാണ് നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതായ കിരീടങ്ങളിലും വന്ന് ആവശ്യമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷത്തെ മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യം കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കടലെ പോലെ അന്താപത്ത നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നതായ ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനിലേക്കുവാനാകട്ടെ. നമുക്ക് ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധർവായും സ്തുതികട്ടെ. തോട്ടം നട്ടോരേ യുവമണവാളൻ തോട്ടത്തിനൻ പേർക്കായി വിശേഷിടുക കുളത്തങ്ങൾ അവകാശനം മുദ്രിതമാക്കി പീഡകളാ അടിമവിടുത്തി സ്വർഗത്തിൽ പന്തീരന്നെ നീയേറ്റി സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരവേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്യപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഈ വന്യപിതാവിനും നിങ്ങൾക്ക് വഴിയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. ഈ വന്യപിതാവിലും പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കരുണയുമെന്ന് സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനീയമായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യമാറാകട്ടെ. അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ നിങ്ങളെയും വിശ്വാസികളെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിന്റെ മുമ്പായി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആദ്യ തീർക്കുമാറാകണമേ. ഈശോ I won't forget.
can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I want you to love me again. You know how I feel inside me. Every breath I take, you know there's no one beside me. I will be okay. I forever love you, girl. Just be on mine. You in my heart. I really want you, girl. I had a dream about you, girl. I will never let you go. You in my soul. चांद तारों से कहो अभी ठहरे जरा, चांद तारों से कहो कि अभी ठहरे जरा। पहले इश्क लड़ा लूं उसके बाद लाऊंगा, पहले इश्क लड़ा लूं उसके बाद लाऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16-17 सितारे संग बांध लाऊंगा। देखा जाए तो वैसे अपने तो सारे पैसे रह के जमीन पे ही वसूल हैं। चेहरा है तेरा चंदा, नैना तेरे सितारे, अंबर तक जाना ही फिजूल है, अंबर तक जाना ही फिजूल है। इसके बाद भी अगर तुझे चैन ना मिले, पूरी करके मैं तेरी ये मुराद आऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16-17 सितारे संग बांध लाऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16-17 सितारे संग बांध लाऊंगा। An eminent corpus leader and spokesperson, Mr. Jyoti Kumar Chamakala. He is present here today to be a part of our celebrations. We all welcome you, sir. പൊതുജീവിതത്തിലേക്ക് കിടക്കുന്ന ഡോക്ടർ അജയ്ക്കും ഡോക്ടർ അമിതയ്ക്കും എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. അവരുടെ കുടുംബ ജീവിതം എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടർ അമിത, hereafter you are the daughter-in-law of Patanapuram, the local people. On behalf of the local people of Patanapuram, I once again wish you all the very best. We are honored to have many distinguished doctors from across India join us for celebration, including esteemed colleagues from Armed Forces Medical College, Pune, and Tata Memorial Hospital, Mumbai, and to all the wonderful friends and well-wishers who have taken time out of their busy lives to be here today. A very warm welcome to all of you. Your presence here is a testament of the love and admiration you hold for Ajay and Ankita. To our guru, Dr. Ajay Thomas NX, a man of quiet charm known as Palli Padnatil.
On his maternal side, he is the grandson of the esteemed Mrs. Elizabeth Philip of the Tachaplavin family and the respected Mr. Verghese Philip of the Mudra Parangal family. Ajay's formative years were spent in St. Mary's Residential School, Patnagaram and St. Thomas Residential School, Trivandrum, laying the foundation for his impressive academic records. He went on to graduate from the prestigious Armed Forces Medical College, Pune. His dedication to medicine led him to complete his MD in Radiation Oncology at Tata Memorial Hospital, Mumbai, and is currently preparing for a highly specialized fellowship in Pediatric and Neuro-Oncology Group at the renowned Princess Margaret Cancer Center, Toronto, Canada. His father, Mr. Alexander Thomas, is a diligent and accomplished professional, currently serving as a technical field advisor with a global technology leader, ABB. His mother, Mrs. Gita Alexander, is a capable, graceful and meticulously organized homemaker. She's the heart of their home, providing the essential nurturing spirit that allows their family to thrive. As many of you know, Ajay is accompanied by a twin, Dr. Ajit Philip. He is a skilled radiologist at Mars Leva Medicity in Palak. Ajit's wife, Dr. Shobha Mary Johns, has earned her master's in hospital administration from the esteemed Christian Medical College, Vellore. It is now time to celebrate our stunning bride, Dr. Ankita Kanoja. Dr. Ankita Kanoja commenced her academic journey in the vibrant city of Mumbai, Maharashtra. Before embarking on her medical aspirations, she diligently pursued MBBS at the esteemed Rajiv Gandhi Medical College in Thane, following by rigorous post-graduation training at the prestigious Tata Memorial Hospital in Mumbai. Currently, her unwavering dedication has led her to prepare for a highly skilled fellowship in Lymphoma and Neuro-Oncology Group at the esteemed Princess Margaret Cancer Center, Toronto, Canada. Ankita's father, Mr. Suresh Lahan Kanoja, serves with distinction as an executive engineer at the Brihan Mumbai Municipal Corporation, PMC, India's most affluent civic body. Her mother, Mrs. Meenakshi Kanoja, is a graceful and nurturing heart of their family, an elegant homemaker whose steadfast presence forms the very foundation of their home. Ankita's sister, Shweta Kanoja, she's completed her engineering from the esteemed Sardar Patel Institute of Technology and is now excelling as a senior associate consultant at Infosys. The youngest sibling, Ankita's brother, Sanket Kanoja. Recently, he has completed his electronic engineering degree from the same Sardar Patel Institute of Technology and is now enthusiastically preparing to pursue his master's. So this brings us to an end of the introduction. We've known the family completely, and I welcome you all to sit back, relax, mingle. Okay, yes. My bad, I skipped out. So representing Tata Memorial Hospital, we are delighted to welcome Mr. Shibu Eapen, Head of Radiation Therapy Technologists at Tata Memorial Hospital. Actually, both of them are my students actually. When I was working as a senior most person in the department, they both joined together, and it is very nice, and I feel so proud to be a part of their matrimonial ceremony. And I wish them all the very best. And the basic thing of Christianity is that the family life is constituted by God Himself. When He saw that Adam is alone, He felt that it is not good that for the man to be alone. He wanted to give him a best companion. So He made Eve, and they have started the family life. So I would like to tell Dr.
Ankita, that you have started a new life, which, as the bishop has rightly said, you have to immerse between yourself and your husband. That is the real love. The real love comes in Calvary, where Jesus Christ has shed his last blood. That is the real love called agape. That love has to be the basic of the family. Then only the family life will be flourished. And on behalf of all staff in Department of Radiation Oncology, Tata Memorial Hospital, especially my head of the department, Dr. J.P. Agarwal, has asked me to give all his well wishes, and on behalf of the entire department, I give all my best wishes personally and on behalf of the department, so that they will be starting a new life which will be equivalent to a life in heaven. All the very best. God bless you both. छेती सोने रात ना लंगे, आ जावे आजा सोने रात ना लंगे। छेती सोने रात ना लंगे, आ जावे आजा सोने रात ना लंगे। जद भी तनु तकदी आवे, अखियां भी शुक्र मनावे, कोले दूर न जावे हानिया। पलकां दी करके छावा, दिल दे तनु कोल बिठावा, तक तक तेनु खैरा पावा। हानिया तेरी, हानिया तेरी, तेरी हानिया तेरी, तेरी होके मरा जिंद जान करा, तेरी होके मरा जिंद जान करा। हीरिए हीरिए आ, हीरिए हीरिए आ। हानिया तेरी, हानिया तेरी।
You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Yellame needane ആരാധ്യ കണ്ണിമയോരം താരകൾ മിന്നുന്നേ ഇരുൾ മൂടി ഉറങ്ങും ചെമ്മനി നീരെ പുൽകി ഉണർത്തും നെന്മതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ ഗരി ഗപ മഗരി സരി സരി ഗപ ഗസ ഗരി ഗപ നാം രണ്ടു ശലഭങ്ങളായി ഏഴേഴു ജന്മങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ വെൺമേഘ ശകലങ്ങളായി നെഞ്ചാകെ എല്ലാമേ നീ എന്ന പോൽ തോന്നി എല്ലാ സമയവും ജനുവരിയിലെ തേൻമഴ തൊടും പൂവും ജനലഴികളിൽ ചാമരമിടും കാറ്റോ പൂനെറുകയിൽ രാമഴവിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ നീ തന്ന ലാളനങ്ങൾ ഞാൻ എൻ്റെ പുണ്യമാക്കി നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി നീയാ
പൂവാകുമി തൂവാടിയിൽ മോഹങ്ങളുയലാടി ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി ഞാൻ ശ്വാസമേ ശ്വാസമേ തേടലിൽ കാവലായി മാറി നീ ജനുവരിയിലെ തേന്മഴ തൊടും പൂവോ ജനലഴികളിൽ ചാമരമിടും കാറ്റോ പൂനെറുകയിൽ